JP അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 7-ാം ഭാവത്തിൽ ശനി നിന്നാൽ അത് ഒരാളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അനുഭവപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ 7-ാം ഭാവം നമ്മൾ കളത്രസ്ഥാനമായിട്ട് കണക്കുകൂട്ടാറുണ്ട്, ഭാര്യാഭർത്തൃസ്ഥാനം എന്നതിൽ. അതുപോലെ മറ്റൊന്ന് മാർഗസ്ഥാനമാണ്. നമ്മുടെ ജീവിതം ഏത് വഴിക്ക് പോകണം എന്ന് ചിന്തിക്കുന്നതാണ് ഈ മാർഗം. അപ്പോൾ മാർഗം, ഒരു ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു വഴി കിട്ടുക എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ജീവിതത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നതും ജീവിതം ഒരു കളത്രസ്ഥാനമായിട്ട്, അതായത് നമ്മുടെ ഒരു പങ്കാളിയുടെ ജീവിതവുമായി താരതമ്യം ചെയ്യുക, അതിൻ്റെ ഗുണദോഷാനുഭവങ്ങൾ കുടുംബജീവിതത്തിൽ എങ്ങനെയൊക്കെ ആകും, ഇതെല്ലാം ഈ 7-ാം ഭാവത്തിൽ വരും. അപ്പോൾ 7-ാം ഭാവത്തിലെ ശനിയുടെ ഒരു പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ പണ്ട് ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, കനകം മൂലം കാമിനി മൂലം കലഹം ബഹുവിധ ഉലകിൽ സുലഭം. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഉള്ള ഒരു സ്ഥിതിയാണ് ഈ 7-ലെ ശനിക്ക് പറയുന്നത്. അപ്പോൾ ശനി മോശമായ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ, നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതുപോലെ ശനിയുടെ രാശിയായ മകരത്തിലോ കുംഭത്തിലോ അല്ല, അതുപോലെ തന്നെ ഉച്ചരാശിയായ തുലാം രാശിയിലല്ല, വ്യാഴത്തിൻ്റെ രാശിയായ ധനുവിലോ മീനത്തിലോ അല്ല, അങ്ങനെയുള്ള ഗുണം ചെയ്യുന്ന രാശിയിലൊന്നുമല്ല ശനി നിൽക്കുന്നത് എങ്കിൽ ജീവിതം ഒരുപാട് പ്രതിസന്ധികളെ നേരിടേണ്ടി വരും. പ്രതിസന്ധികൾ മാത്രമല്ല, പല കഷ്ടപ്പാടും ദുരിതവും സാമ്പത്തികതയും ദാരിദ്ര്യവും അപവാദവും അങ്ങനെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പം നല്ല രാശിയിലാണെങ്കിൽ, അതായത് ശനിയുടേതായ രാശിയിലാണ്, മകരത്തിലോ കുംഭത്തിലോ ആണ് ശനി നിൽക്കുന്നതെങ്കിൽ ഈ പറയുന്ന ദോഷമൊന്നും 7-ാം ഭാവത്തെ കൊണ്ട് പറയാനില്ല. നല്ല ഭാര്യ ആയിരിക്കും, നല്ല ജീവിതമായിരിക്കും, അവർ തമ്മിൽ ഉള്ളതുകൊണ്ട് കഴിഞ്ഞുകൂടി പോകുന്ന ഒരു സാഹചര്യം വരും. ജീവിതമാർഗം അവർ നല്ല രീതിയിൽ കണ്ടെത്തും, അവരത് പ്രയോജനപ്പെടുത്തും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയും. എന്നാൽ മോശമാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. മൗഢ്യം, നീചം, ശത്രുക്ഷേത്രം തുടങ്ങിയ രാശി ആയാലും ഗുണമില്ല. അതും കൂടെ പ്രത്യേകം നമ്മൾ ഓർക്കണം. അപ്പോൾ 7-ാം ഭാവാധിപനായ ശനി നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഇഷ്ടരാശിയായ മകരത്തിലോ കുംഭത്തിലോ അല്ലെങ്കിൽ തുലാം രാശിയിലോ ധനുവിലോ മീനത്തിലോ ഒന്നും അല്ല നിൽക്കുന്നതെങ്കിൽ ദാരിദ്ര്യം, കഷ്ടപ്പാട്, അലച്ചിൽ, പരാജയം, എങ്ങനെ നോക്കിയാലും കുടുംബജീവിതം ഗുണകരമായിരിക്കത്തില്ല എന്നുള്ളതാണ്. ഭാര്യയുമായി ഒത്തുപോയില്ല. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വൃത്തികെട്ട സ്ത്രീകളുമായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ സഹായിക്കാനോ നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാനോ ഒന്നും നോക്കാത്ത, സ്വന്തം കാര്യം ചിന്താവാതെന്നും പറഞ്ഞ് നടക്കുന്ന, തൻകാര്യം സാധിക്കാൻ നടക്കുന്ന ചില ദുഷ്ടയുള്ള അല്ലെങ്കിൽ ദുഷിച്ച സ്ത്രീകളുമായിട്ട് നമുക്ക് വ്യക്തിബന്ധമാണെങ്കിൽ പോലും അത് നമ്മുടെ ജീവിതത്തെ സാരമായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ജോലിയിൽ നമുക്കൊരു മെച്ചം ഉണ്ടാകത്തില്ല. കാരണം പല മാർഗം സ്വീകരിച്ചാലും ഒരു നല്ല ജോലിയോ അല്ലെങ്കിൽ സ്ഥിരമായ ഒരു വരുമാനമോ നമുക്കുണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകത്തില്ല. മറ്റൊന്ന്, 7-ാം ഭാവം യാത്രയെ സൂചിപ്പിക്കുന്ന. അപ്പം ജീവിതം രക്ഷപ്പെടട്ടെ എന്ന് കരുതി ആരെങ്കിലും സഹായിച്ച് ഏതെങ്കിലും വിധത്തിൽ എങ്ങോട്ടെങ്കിലുമൊക്കെ പോയാലും അതും രക്ഷപ്പെടാനുള്ള സാധ്യത ഇല്ല. പിന്നെ പലരെയും സംബന്ധിച്ച് ശനി വളരെ മോശമാണെങ്കിൽ രോഗാവസ്ഥകളും രോഗം കൊണ്ട് വലയുന്ന ഒരു അവസ്ഥയും ഇവരെ സംബന്ധിച്ച് കാണാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഭ്രമിക്കുക എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഓരോന്ന് കാണുമ്പോൾ അതിലങ്ങ് ആവേശം ഉണ്ടാകും. ആവേശം ഉണ്ടായിട്ട് അതിനകത്തിൽ പോയി അങ്ങ് ചാടും. അതിനകത്തിൽ പോയി ചാടി ആ ജീവിതം ആ വഴിക്കും പേരുദോഷം കിട്ടി പ്രശ്നങ്ങളാവും. അതാണ് ഈ ചീത്ത സ്ത്രീകളുമായും ദുഷ്ടസ്ത്രീകളുമായിട്ടും ഒക്കെ ഉള്ള ഒരു ബന്ധത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പം പല വിധത്തിൽ നോക്കിയാലും അത്തരത്തിൽ വളരെ മോശമായ ഒരു വിഷയം ഉണ്ടാകാനുള്ള സാധ്യതകളാണ് കൂടുതലും. പിന്നെ ഇനി പെൺകുട്ടികളെ സംബന്ധിച്ച് പറഞ്ഞാൽ, സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞാൽ 7-ലെ ശനി മുമ്പേ പറഞ്ഞതുപോലെ പങ്കാളിയാണ്.
കളത്രസ്ഥാനമാണ്. അപ്പം അതും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാർഗസ്ഥാനം കിടാണല്ലോ. നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുന്ന ഒരു വഴി തിരഞ്ഞെടുക്കുന്നതും ഈ 7-ാം ഭാവമാണ്. അപ്പം അങ്ങനെ വരുമ്പം ഈ മോശപ്പെട്ട രാശികളിൽ നിൽക്കുന്ന ശനിയാണെങ്കിൽ ചീത്ത കൂട്ടുകെട്ടുകൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അത് ആൺകുട്ടിയായാലും പ്രായമുള്ളവരായാലും പ്രായമില്ലാത്തവരായാലും സ്ത്രീ ആയാലും പുരുഷനായാലും എല്ലാവർക്കും ഇക്കാര്യം ബാധകമാണ്. അതായത് സംസർഗം കൊണ്ട് കൂട്ടുകെട്ട് കൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടായി പല കുഴപ്പത്തിലും ചെന്ന് ചാടുന്ന ഒരു സാഹചര്യം. അതാണ് 7-ാം ഭാവം എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ളത്. പിന്നെ മറ്റൊന്ന്, സാധാരണ പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ സംബന്ധിച്ച്, അതായത് ഒരു 15 വയസ്സ് മുതൽ, പണ്ടത്തെ കാലത്ത് 15 വയസ്സെന്ന് പറഞ്ഞാൽ ഒന്നും അറിയാൻ വയ്യാത്ത പിള്ളേരെന്നാണ് പറയുക. ഇന്ന് 15 വയസ്സെന്ന് പറഞ്ഞാൽ ഒന്നും അറിയാൻ വയ്യാത്ത പെൺകുട്ടികളൊന്നുമല്ല. അത് പെണ്ണായാലും ആണായാലും. പെൺകുട്ടികളെ സംബന്ധിച്ച് ഒരു 15 വയസ്സ്, ആൺകുട്ടികളെ സംബന്ധിച്ച് ഒരു 20 വയസ്സ്. അങ്ങനെ അത് മുതൽ മേപ്പോട്ട് കല്യാണപ്രായമൊക്കെ ആയി വരുന്ന അത്തരം ആ ഏജിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളെ സംബന്ധിച്ച് പറയുമ്പം അവരും പലതരത്തിലും വഴിതെറ്റിപ്പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഈ 7-ലെ ശനി. ആൺകുട്ടികളെ സംബന്ധിച്ചാകുന്ന വരിയിൽ അവർക്ക് സുഖം ഉണ്ടാകാനും ഇഷ്ടമുണ്ടാകാനും അല്ലെങ്കിൽ അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനും അതാ ഭ്രമം എന്ന് ഞാൻ പറഞ്ഞു. അപ്പം എന്തിലെങ്കിലുമൊക്കെ ഭ്രമിച്ച് ഏതിൻ്റെയെങ്കിലുമൊക്കെ പുറകെ പോയി അത് പലപ്പോഴും അത് ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ പലപ്പോഴും ജയിലിൽ പോയി കിടക്കേണ്ട സാഹചര്യം വരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതും ഈ 7-ാം ഭാവമാണ്. പിന്നെ പെൺകുട്ടികളെ സംബന്ധിച്ച് പറഞ്ഞാൽ കൂട്ടുകെട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ജാതിയെ, മതവ്, കുലം, ഗുണം, യോഗ്യത, പദവി ഇതൊന്നും നോക്കാതെ ആവേശം, അതാണല്ലോ ഭ്രമം. ഇവരുടെ ഭ്രമം എന്ന് പറയുമ്പോൾ നിസ്സാരമായ എന്തെങ്കിലും കാര്യം മതി, അല്ലാതെ ആലോചിച്ചുറപ്പിച്ചും അങ്ങനെയൊന്നുമല്ല. പെട്ടെന്നൊരിഷ്ടം തോന്നുന്നു, പെട്ടെന്നൊരാവേശം തോന്നുന്നു, അതനുസരിച്ച് അപ്പോൾ ഉടനെ തന്നെ അതിലങ്ങ് വീഴുന്നു, അതിൻ്റെ പുറകെ പോകുന്നു. അപ്പം അങ്ങനെ ഉള്ള ഒരു പോക്കിൽ ഇവർക്ക് ജാതി നോക്കണ്ട, മതം നോക്കണ്ട, കുലം നോക്കണ്ട, ഗുണം നോക്കണ്ട. ഈ പോകുന്നവൻ ആരുടെ പുറകെയാണോ ഈ പെൺകുട്ടി പോകാൻ ഉദ്ദേശിക്കുന്നത് അവൻ്റെ യോഗ്യത എന്താണെന്ന് നോക്കണ്ട, പദവി എന്താണെന്ന് നോക്കണ്ട, അവനെ കൊണ്ട് എന്തിനു കൊള്ളാമെന്ന് പോലും നോക്കണ്ട. കാരണം ആവേശം. അപ്പം അങ്ങനെ പെട്ടെന്നുള്ള ആവേശത്തിൽ ഒരു ജീവിത പങ്കാളിയാക്കണം എന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം ഇത് പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ഇത് ബാധകമായ ഒരു കാര്യം. എങ്കിലും കൂടുതലും പെൺകുട്ടികളെയാണ് ഇത് ബാധിക്കാറുള്ളത്. അപ്പോൾ വളർന്നു വന്ന കുടുംബം, അച്ഛനമ്മമാർ, അവരുടെ മാതാപിതാക്കൾ, അവർക്ക് ആ സമൂഹമായിട്ടുള്ള ബന്ധം, അതുപോലെ ഈശ്വരവിശ്വാസമോ ആ ചുറ്റുപാടും ആ കുടുംബമായിട്ടുള്ള ഒരു ബന്ധമോ സമൂഹത്തിൽ അവരുടെ നിലയോ വിലയോ ഇതൊന്നും അവർക്ക് ബാധകമല്ല. അവർക്ക് അന്നേരം ജാതിയില്ല, മതമില്ല, ഇതൊന്നുമല്ല. അവരൊരു പുതിയ ഒരു ലോകത്തേക്ക് അവർ ഭ്രമിച്ചങ്ങ് പോവുകയാണ്. അങ്ങനെയുള്ള വീക്ഷണത്തിൽ എല്ലാവരെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇതിനേക്കാൾ മെച്ചപ്പെട്ടതാണ് വരാൻ പോകുന്നത് എന്നൊരു ആത്മവിശ്വാസത്തിൽ അവരുടെ വഴി തിരഞ്ഞെടുക്കുന്നത് പലരും കരകയറാൻ പറ്റാത്ത പടുകുഴിയിലേക്കാണെന്നുള്ള കാര്യം പിന്നീടേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ. ആദ്യം ഇതൊന്നും അവരുടെ ചെവി കയറത്തില്ല. ആര് ഗുണദോഷിച്ചാലും ആരുപദേശിച്ചാലും അല്ലെങ്കിൽ ആരെങ്കിലും കണ്ട് അറിഞ്ഞ് ഇവരെ ഒന്ന് നേരെയാക്കാൻ നോക്കിയാലും ഒരു 50-60% കൂടുതലും നേരെയാകാനുള്ള സാധ്യതയില്ല. അതാണ് ശനിയുടെ ഒരു പ്രത്യേകത. കാരണം മോശം രാശിയിലാണ് ശനി നിൽക്കുന്നത് എങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ അബദ്ധങ്ങളിലും ചെന്ന് ചാടും എന്നുള്ളത്. പിന്നെ ഇപ്പം പ്രത്യേകിച്ച് നീചരാശിയായ മേടം രാശി, അതുപോലെ ശത്രുരാശികൾ, 5-ാം ഭാവം പ്രണയത്തെ സൂചിപ്പിക്കുന്ന. അപ്പം 5-ാം ഭാവവുമായിട്ട് ഒരു ബന്ധം ഈ 7-ാം ഭാവത്തിലെ ശനിക്ക് വന്നാൽ അത് പ്രേമം മൂലമുള്ള ഒരു ചാട്ടത്തിലേ വരത്തുള്ളൂ. അപ്പോൾ 5-ാം ഭാവം ഇഷ്ടമുണ്ടാക്കുന്നതും 7-ാം ഭാവം ഒന്നിച്ച് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. 10-ാം ഭാവം തൊഴിൽപരമായുള്ള ബന്ധത്തിൽ അടുക്കുന്നതും 5-ാം ഭാവം
വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ പേരിൽ ആ സാഹചര്യത്തിൽ ഒന്നിക്കാൻ വരുന്നതും, മൂന്നാം ഭാവം അത് പരിസരവാസികളുടെയോ സുഹൃത്തുക്കളുടെയോ കണക്ഷൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്നത്, ഇങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. അതിനെ സംബന്ധിച്ച് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ 7ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത്, ആ ശനി നല്ല രാശിയിലല്ല എങ്കിൽ ആണായാലും പെണ്ണായാലും ചെറുപ്രായത്തിലുള്ളവരെ സംബന്ധിച്ച് വീട്ടുകാർ, രക്ഷകർത്താക്കൾ അവരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞതിൻ്റെ സാരം. കാരണം അവരെ ആൺകുട്ടികളാണെങ്കിൽ കല്യാണം മാത്രമൊന്നുമല്ല, അല്ലാതെ തന്നെ അവർ കൂട്ടുകൂടി പല വേണ്ടാധീനങ്ങളും കാണിച്ച് അബദ്ധത്തിൽ ചെന്ന് ചാടി അവസാനം അവരുടെ ഭാവി ചിലപ്പോൾ നശിപ്പിച്ചെന്ന് വരും. പക്ഷേ നല്ല രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ, ഇപ്പോൾ മകരത്തിലോ കുംഭത്തിലോ നിൽക്കുന്ന രാശിയാണ്, അപ്പോൾ കുംഭൻ രാശി അതിൻ്റെ മൂലക്ഷേത്രമാണ്. അതുപോലെ തന്നെ തുലാൻ രാശിയിലാണ് ശനി നിൽക്കുന്നത് എങ്കിൽ അതിൻ്റെ ഉച്ചരാശിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന രാശിയിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അവർ കുറച്ചുകൂടെ ഇപ്പോൾ ഒരു അബദ്ധം തോന്നിയാലും അവർക്ക് പെട്ടെന്ന് വീണ്ടും വിചാരം ഉണ്ടായി അവരതിൽ നിന്ന് മാറും. അതാണ് സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് ചിലപ്പം തെറ്റായ ഒരു തോന്നൽ മനസ്സിൽ വന്നാലും അവരത് ചിലപ്പോൾ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ വ്യാഴത്തിൻ്റെ രാശിയായ ധനു മീനൻ രാശികളായാലും ആ കുഴിയിൽ വീഴുന്നതിന് മുമ്പ് അവർക്ക് രക്ഷപ്പെടാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരും. പക്ഷേ മേടം പോലെയുള്ള നീചരാശിയിലാണ് ഈ 7ാം രാശി നിൽക്കുന്നത് എങ്കിൽ ആ 7ാം ഭാവത്തിന് ശുഭയോഗ ദൃഷ്ടികളൊന്നും ഇല്ല എങ്കിൽ ഇവരുടെ ജീവിതം പടുകുഴിയിലായി പോകും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. എന്നാൽ ശുഭയോഗ ദൃഷ്ടികൾ ഈ 7ാം ഭാവത്തിനുണ്ട് എങ്കിൽ സാധാരണഗതിയിൽ എല്ലാവർക്കും സംഭവിക്കുന്നത് പോലെ കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് തലയിലൊരു വെളിച്ചം വഴി ഉണ്ടായി അതിന് ചിലപ്പോൾ ഒരു മാറ്റം വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എങ്കിലും അതെല്ലാം ഇവരുടെ സാഹചര്യം അനുസരിച്ചാണ് കൂടുതലും പോകുന്നത്. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കുറേയൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കുട്ടികൾ പഠിക്കാൻ പോയാലും അല്ലെങ്കിൽ എന്താവശ്യത്തിന് പോയാലും അവരുടെ കാര്യത്തിൽ നമ്മൾക്ക് ഒരു ശ്രദ്ധ വേണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 7ൽ ശനിയും അതുപോലെ പാവഗ്രഹങ്ങളും ഒക്കെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, ശനിക്ക് രാഹു കേതു ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി വഷളാകത്തേ ഉള്ളൂ. കാരണം പാവയോഗ ബന്ധങ്ങൾ വരുമ്പോൾ ദോഷം കുറച്ചുകൂടി കൂടും. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കുകയും അത് കല്യാണം കഴിച്ച് അല്ലെങ്കിൽ പ്രായമുള്ള കുടുംബത്തിൽ കഴിയുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ അതും ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ അതും കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നേരായ മാർഗത്തിൽ പോയി ജീവിതം സുന്ദരമാക്കാൻ ശ്രമിക്കുക. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോകപരിജ്ഞാനമോ അല്ലെങ്കിൽ വലിയ അറിവോ ഒന്നും യൂണിവേഴ്സിറ്റി തലത്തിലും പഠിക്കാൻ പോകുന്ന തലത്തിലും അല്ലാതെ പ്രാക്ടിക്കലായിട്ട് അവർക്ക് ഈ അറിവുകൾ കുറവായിരിക്കും. അപ്പോൾ അവരുടെ ഭാവി എങ്ങനെ ആയിരിക്കും, എന്തായിരിക്കും എന്നൊക്കെ അത് പലപ്പോഴും പറഞ്ഞാൽ അവർക്ക് അങ്ങോട്ട് മനസ്സിലാകണമെന്നുമില്ല. കാരണം പഴയ കാലമല്ല, ഇത് പുതിയ യുഗമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. എങ്കിലും അവരുടെ വഴിയിൽ നമുക്കൊരു കണ്ണ് വേണം എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഈ വീഡിയോ നല്ലതിനു വേണ്ടിയുള്ളതാണ്. ആരും ജീവിതത്തിൽ പരാജയപ്പെടരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ 7ാം ഭാവം ഇത്രയും പറഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി സഹായകരമായി തീരത്തക്ക വിധത്തിൽ വിനിയോഗിക്കുക. നന്ദി, നമസ്കാരം.